ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ HSA മോക്ക് ടെസ്റ്റ് ഇംഗ്ലീഷിൽ നമുക്ക് 50 ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഹു റിസീവ്ഡ് 2024 ഇന്ദിരാഗാന്ധി പീസ് അവാർഡ്? ഇറ്റ് വാസ് മിഷേൽ ബാച്ച്ലെറ്റ്. ഷി വാസ് ദ ഫോർമർ പ്രസിഡന്റ് ഓഫ് ചിലി. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നൊബൽ പ്രൈസ് ഫോർ പീസ് പ്രൈസ് 2024, Nobel Peace Prize 2024. It was received by Nihon Hidankyo. He is from Japan and he is working as the NGO for the effort towards a world free from nuclear weapon. Okay, അപ്പോൾ 2024 നിഹോൺ ഹിഡാൻക്യോ ആണ്, ജാപ്പനീസുകാരനാണ്. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസിനെ എതിരായിട്ട് വർക്ക് ചെയ്യുന്ന NGO യൂണിയനിലെ അംഗമാണ്. അദ്ദേഹത്തിനാണ് നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഇൻട്രൊഡ്യൂസ് ലോകായുക്ത. ഇറ്റ് വാസ് മഹാരാഷ്ട്ര ഇൻ 1971. ഒഡീഷ ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു പാസ് ലോകായുക്ത ആക്ട്. Some more informations. Administrative Reform Commission headed by Morarji Desai recommended the establishment of Lokpal and Lokayukta in the year 1966. The current chairperson of Lokpal in India is Justice Ajay Manikrao Khanwalkar. Okay, അപ്പോൾ ഖാൻവൽക്കർ ആണ് ഇപ്പോഴത്തെ കറണ്ട് ചെയർപേഴ്സൺ ലോക്പാലിൻ്റെ. ഓക്കെ, അജയ് മണിക്രാവ് ഖാൻവൽക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ് MT വാസുദേവൻ നായരുടെ നമുക്ക് നോവൽസും ക്യാരക്ടേഴ്സുമാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫാക്ട്സും കൂടെ പഠിക്കാം. രണ്ടാം മൂഴം പബ്ലിഷ് ചെയ്ത വർഷം 1984 ആൻഡ് ദ ക്യാരക്ടർ ഈസ് ഭീമ. അസുരവിത്ത് 1962. മെയിൻ ക്യാരക്ടർ ഓർ പ്രോട്ടഗോണിസ്റ്റ് ഈസ് ഗോവിന്ദൻകുട്ടി. നാലുകെട്ട് 1959. അപ്പുണ്ണി ഈസ് ദ മെയിൻ ക്യാരക്ടർ ആൻഡ് കാലം ഇൻ ദ ഇയർ 1969. സേതു ഈസ് ദ ക്യാരക്ടർ. ഇത് ചിലപ്പോൾ നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടാം മൂഴമാണ്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ഇതിൽ തന്നിരിക്കുന്നത് നാലുകെട്ടാണ്. ഓക്കെ, ക്ലിയർ? ശരി, നമുക്ക് അഡീഷണൽ പോയിന്റ്സും കൂടെ പഠിക്കാം. In 1995, he was awarded the highest literary award in India, that is Jnanapith, for the contribution. അല്ലേ, സമഗ്ര സംഭാവന, മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരവും പത്മഭൂഷൺ 2005 അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ബിക്കെയിം ദ ഫസ്റ്റ് അമേരിക്കൻ ടു ബി എലക്റ്റഡ് ആസ് പോപ്പ് ഓഫ് റോമൻ കാത്തലിക് ചർച്ച്? റോബർട്ട് ഫ്രാൻസിസ് പ്രിവാസ്റ്റോ. ഇദ്ദേഹമാണ് അമേരിക്കയിൽ നിന്നും പോപ്പായിട്ട് തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ വ്യക്തി, അല്ലേ? യെസ്, റോബർട്ട് ഫ്രാൻസിസ് പ്രിവാസ്റ്റോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ലോധി ഡൈനാസ്റ്റി റൂളർ ഓഫ് ഡൽഹി സുൽത്താൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അവസാനത്തെ ലോധി ഡൈനാസ്റ്റിയുടെ റൂളർ ഇബ്രാഹിം ലോധിയാണ്. അദ്ദേഹത്തിനെ ആരാണ് ഡിഫീറ്റ് ചെയ്തത് എന്നുള്ളതും കൂടെ നമുക്ക് പഠിക്കാം. ബാബർ, അല്ലേ, മുഗൾ സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള ബാബർ ഫസ്റ്റ് പാനിപ്പട്ട് യുദ്ധത്തിലൂടെ ലോധിയെ കീഴ്പ്പെടുത്തി ഇബ്രാഹിം ലോധിയെ എന്ത് ചെയ്യണം, കൊല്ലുകയാണ്. അങ്ങനെ ആ ഒരു ഡൽഹി സുൽത്താനായിട്ട് അവസാനിക്കുകയാണ്, അല്ലേ? ലോധി വംശം അവസാനിക്കുകയാണ്. ഇറ്റ് വാസ് ആദ്യത്തെ പാനിപ്പട്ട് യുദ്ധവും ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക, 28 ഏപ്രിൽ 1526. അപ്പോൾ നമുക്ക് ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് പഠിക്കാം. ബഹ്ലൂൽ ലോധിയാണ്. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1451 ആൻഡ് ദ സിറ്റി ഓഫ് ആഗ്ര വാസ് ഫൗണ്ടഡ് ഇൻ 1504 ബൈ സിക്കന്ദർ ലോധി, ദ സെക്കൻഡ് റൂളർ ഓഫ് ലോധി ഡൈനാസ്റ്റി. ഓക്കെ, സ്റ്റാമ്പ് ആക്ട് ആൻഡ് ദ ടൗൺഷെൻഡ് ആക്ട് വെയർ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്? ദാറ്റ് ഈസ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഒരു സംഘടനയും കൂടെ അതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കാം. സൺസ് ഓഫ് ലിബർട്ടി ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലിബർട്ടി വെയർ റിലേറ്റഡ് ടു ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ സ്റ്റാമ്പ് ആക്റ്റും ടൗൺഷെൻഡ് ആക്റ്റും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെക്കുക? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി. ഓക്കെ, നാഷണൽ യൂണിറ്റി ഡേ ഈസ് ഒബ്സേർവ്ഡ് ഒക്ടോബർ 31. അത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ബർത്ത്ഡേയും കൂടെ ആണെന്ന് ഓർത്ത് വെക്കുക. അഡീഷണൽ ഫാക്ട്സ്, സർദാർ പട്ടേൽ സുവോളജിക്കൽ പാർക്ക് ഈസ് ഇൻ ഗുജറാത്ത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദിലാണ്. ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഓൾ ഇന്ത്യ സർവീസ്. ഓക്കെ,
അപ്പോൾ ഡേറ്റ് മറക്കണ്ട, നാഷണൽ യൂണിറ്റി ഡേ 31st October. How many times national emergency in India has been declared? ഇപ്പോൾ 1975 ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് കിടപ്പുണ്ട്. 2 കാര്യം കൂടെ നമുക്കൊന്ന് പഠിക്കാം. 3 പ്രാവശ്യമാണ് അവിടെ നമുക്ക് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ സംഭവിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 1962 ഇന്ത്യ ചൈന വാർ, 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ ആൻഡ് 1975 ആഭ്യന്തര കലാപം, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസസ്. ഓക്കെ, ക്ലിയർ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ, ബിങ്, മോസില്ല ഫയർഫോക്സ്, യാഹു. ഇതിൽ മോസില്ല ഫയർഫോക്സ് സെർച്ച് എഞ്ചിൻ അല്ല, അപ്പോൾ ഇതൊരു വെബ് ബ്രൗസറാണ്. മോസില്ല, ഗൂഗിൾ ക്രോം, അതുപോലെ നെറ്റ് ചാപ്പ്, നാവിഗേറ്റർ, ഇതൊക്കെ വെബ് ബ്രൗസേഴ്സാണ്. കുറച്ച് സെർച്ച് എഞ്ചിൻസ് ഒന്ന് നോക്കാം. ഗൂഗിൾ, ബിങ്, യാഹു ആൻഡ് അൾട്ടാ വിസ്റ്റ ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് സെർച്ച് എഞ്ചിൻ. ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ 2025 സെലിബ്രേറ്റഡ് ഓൺ മെയ് 12. ഓക്കെ, അപ്പോൾ മെയ് മാസം 12-ാം തീയതി എല്ലാ വർഷവും അന്താരാഷ്ട്ര നഴ്സസ് ദിനമാണ്. എന്നാൽ ഈ വർഷത്തെ തീം കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, കെയറിംഗ് ഫോർ നഴ്സസ് സ്ട്രെങ്തൻ എക്കണോമിക്സ്. ഓക്കെ, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓക്കെ, കൈനഗിരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്, ആലപ്പുഴയിൽ. 1 സ്കൂൾ 1 ചർച്ച് എന്ന സിദ്ധാന്തം, അല്ലെങ്കിൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു സ്കൂൾ, പള്ളിക്കൂടം, പള്ളിയുടെ കൂടെ ഒരു പള്ളിക്കൂടം കൂടെ കൊണ്ടുവന്ന ആശയം കൊണ്ടുവന്നതും അങ്ങനെ സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തത് ആലപ്പുഴയിൽ കൈനഗിരിയിൽ ജനിച്ച നമ്മുടെ ചാവറ അച്ഛനാണ്. ഓക്കെ, അതുപോലെ മന്നാമം പ്രസ്സും 1846 അദ്ദേഹമാണ് സ്ഥാപിച്ചത്. കുറച്ച് ഫാക്ട്സും കൂടെ പഠിക്കാം. ഹി വാസ് ബീറ്റിഫൈഡ്. ഓക്കെ, അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് 1986 ആൻഡ് കാനനൈസ്ഡ്, വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചത് 2014. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളാണ് ജ്ഞാനപീയൂഷം, ആത്മാനുതാപം, അനസ്തേഷ്യയുടെ രക്തസാക്ഷിത്വം, പിന്നെ നമ്മളെ ധ്യാന സല്ലാപങ്ങൾ. ഓക്കെ, ജ്ഞാനപീയൂഷം, ആത്മാനുതാപം, അനസ്തേഷ്യയുടെ രക്തസാക്ഷിത്വം, ധ്യാന സല്ലാപം, ജീവിതം തന്നെ സന്ദേശം. ഇറ്റ് ഈസ് എൻ ബയോഗ്രഫി. ഓക്കെ, നമ്മുടെ ചാവറച്ചനെ കുറിച്ച് എഴുതിയ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയാണ്. ഇത് ആരാണ് എഴുതിയത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. MK സാനു ആണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ബയോഗ്രഫി എഴുതിയത്, ജീവിതം തന്നെ സന്ദേശം. ഓക്കെ, ഹു ഈസ് ദ ഫാദർ ഓഫ് GST ഇൻ ഇന്ത്യ? അടൽ ബിഹാരി വാജ്പേയി. GST കൗൺസിൽ ഈസ് ഹെഡഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം. Arun Jaitley was the first chairman of GST Council. The Indian National Congress established a branch in Travancore during the reign of ഏത് രാജാവിൻ്റെ കാലത്താണ് INC തിരുവിതാംകൂറിലൊരു ബ്രാഞ്ച് അല്ലെങ്കിൽ സ്ഥാപനം തുടങ്ങുന്നത്, അല്ലേ? സംഘടനയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നത് ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയുടെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് നമ്മുടെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഉണ്ടാവുന്നത് November 12, 1936. ഓക്കെ, ക്ഷേത്രപ്രവേശന വിളംബരം November 12, 1963. രാജാവ് ആര് എന്ന് ചോദിച്ചാലും ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് എന്നുള്ളത് ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്നു, അല്ലേ, ഉമ്മിണിത്തമ്പി. അദ്ദേഹമാണ് ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലീഡർ ഹൂ ഫസ്റ്റ് പ്രീസ്ഡ് ഇൻ മലയാളം അറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വാസ്? മന്നത്ത് പത്മനാഭൻ. തീർച്ചയായിട്ടും. അഡീഷണൽ ഫാക്ട്സ്: നായർ സർവീസ് സൊസൈറ്റി ഫൗണ്ട് ചെയ്തത് 31st October 1914. ഹീ ഈസ് നോൺ ആസ് ഭാരതകേസരി മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 1989 ഓർത്തു വെക്കുക. Gestures is in micro teaching are categorized under which of the following? Skill of stimulus variation. Okay, examples of micro teaching skills. മറ്റ് സ്കിൽസ്, ഇപ്പോൾ സ്റ്റിമുലസ് വേരിയേഷൻ്റെ ഒരു ഘടകമാണ് ജെസ്ചർ. വേറെ ഏതൊക്കെ സ്കിൽസ് ഉണ്ടെന്നും കൂടെ ഒന്ന് പഠിക്കാം. They are explaining, questioning, reinforcing, using stimulus variation and achieving closure. Okay, these are the skills of micro teaching. Okay, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എംഫസൈസസ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. അപ്പോൾ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എംഫസൈസ് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്.
നമുക്ക് ചില ഈ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ഇതാരാ മുന്നോട്ട് വെച്ചത്? ഈ ഒരു ഈസ് എ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് drawn from the work of Jerome Bruner. It was in the year 1956. ഓക്കെ, അപ്പോൾ ജെറോം ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഓർത്ത് വെക്കുക. 1956 വർഷവും ഒന്ന് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിഫോർ ദാറ്റ്, ഈ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിന് 3 ഫേസ് ഉണ്ട്. ഫേസ് 1 പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്. ഫേസ് 2 testing attainment of the concept, and phase 3 analysis of thinking strategies. Okay, question number 18. From a Piagetian perspective, the process of taking new information into the existing body of knowledge is called assimilation. Okay, clear? What type of correlation occurs when a teacher spontaneously link concept or idea from different subject during a lesson rather than having a pre-planned? എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കെമിസ്ട്രി ടീച്ചർ, അത് എക്സാമ്പിൾ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. കെമിസ്ട്രി ടീച്ചർ എന്താണ് പഠിപ്പിക്കുന്ന സമയത്ത് ഹിസ്റ്ററിയുമായിട്ട് കണാദമുനിയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതൊരു ഇൻസിഡൻഷ്യൽ കോറിലേഷനാണ് അല്ലേ, പ്രീ പ്ലാൻഡ് അല്ല എന്ന് പറയുന്നെങ്കിൽ ഇൻസിഡൻഷ്യൽ കോറിലേഷനാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ജനറൽ പേപ്പറിലെ വിച്ച് ടീച്ചിങ് അപ്രോച്ച് എംഫസൈസസ് ദ ടീച്ചർ ആസ് ദ സെൻട്രൽ അതോറിറ്റി ഫിഗർ ഇൻ ദ ക്ലാസ് റൂം? ബിഹേവിയറിസം ആണ്. ഓർത്തു വെക്കുക. ലിറ്റററി പാർട്ടിലെ ആദ്യത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ലിറ്റററി ഡിവൈസ് യൂസ്ഡ് വെൻ ദ കണ്ടിന്യൂസ് മൊമെന്റ് ഓഫ് ദ സീ വേവ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു ദ എറ്റേണൽ നോട്ട് ടു സാഡ് ന്യൂസ്? ദാറ്റ് ഈസ് പത്തറ്റിക് ഫാലസി. ഓക്കെ, നമുക്ക് ഈ ഒരു സീ വേവ്സ് കണ്ടിന്യൂസ് ആട്രിബ്യൂട്ടൊക്കെ നമുക്ക് പെട്ടെന്നൊരു ബീച്ച് നമുക്ക് മനസ്സിലായി അല്ലേ, ഇത് ഏത് ബീച്ചാണ്? ഇത് ഇറ്റ്സ് ഡവർ ബീച്ച്, പബ്ലിഷ്ഡ് ഇൻ 1867. ദ മെയിൻ തീം ഈസ് മാൻ, നേച്ചർ, വേൾഡ് ആൻഡ് ദ ലോസ് ഓഫ് ഫെയ്ത്ത്. ഓക്കെ, നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റ് വാസ് ഡെവലപ്ഡ് മെയിൻലി ബൈ ഫ്രാങ്കോഫോൺ intellectuals of 1930s. ഓക്കെ, ആഫ്രിക്ക മൈ ആഫ്രിക്ക ബൈ ഡേവിഡ് ഡിയോപ്പ് അല്ലേ, ഇവരൊക്കെ എന്തുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്? ഡേവിഡ് ഡിയോപ്പൊക്കെ നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. ആ ഇൻ്റലക്ച്വൽസിനെ ഫ്രാങ്കോഫോൺസ് എന്നാണ് വിളിക്കുന്നത്. 1930s ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയം അബോർജിനൽ ഓസ്ട്രേലിയ ബിലോങ്സ് ടു ദ കളക്ഷൻ ഓഫ് പോയം ജഗാർദോ, പോയം ഫ്രം അബോർജിനൽ ഓസ്ട്രേലിയ. എത്ര സ്റ്റാൻസസ് ഉണ്ട്? 3 സ്റ്റാൻസാസ്, 33 ലൈൻസും ആണുള്ളത്. ഇതാരുടെ കവിതയാണ്? ജാക്ക് ഡേവിസിൻ്റെ ആണ്. ഇതിൽ ഒരു ഗവർണറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജെയിംസ് സ്റ്റിർലിംഗ് ആണ് ദ ഗവർണർ മെൻഷൻഡ് ഇൻ ദ പോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോം ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ ഈസ് എ കളക്ഷൻ അല്ലേ. ഈ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലായി അല്ലേ? ആരാ? അറ്റ്വുഡ്, മാർഗരറ്റ് അറ്റ്വുഡ് ആണ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ദ പോയം ദിസ് ഈസ് കളക്ഷൻ ഓഫ് മീ. ഓക്കെ, ഏത് കളക്ഷനിലാണ്? ദ സർക്കിൾ ഗെയിം എന്ന് പറയുന്ന കളക്ഷനിലാണ്. ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ. മാർഗരറ്റ് താച്ചർ റിസീവ്ഡ് 2 ബുക്കർ പ്രൈസസ്, ദാറ്റ് ഈസ് ഇൻ 2000 and 2019. House of Thousand Doors, thematically similar to small scale relation on a large house. Written by, ഇങ്ങനെ ഒരു കമൻറ്റ് AK രാമാനുജമാണ് നടത്തിയത്. ഈ ഹൗസ് ഓഫ് 1000 ഡോർസ് എഴുതിയത് മീന അലക്സാണ്ടർ ആണ് ഇൻ ദ ഇയർ 1988. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് 2 awards did the Sea of Pygmalion and his work on one of its adoptions? തീർച്ചയായിട്ടും ബെർണാഡ് ഷായ്ക്ക് ഇതിൽ 2 ഇതാണ് കിട്ടുന്നത്. ഒന്ന് നൊബേൽ പ്രൈസും മറ്റൊന്ന് അക്കാഡമി അവാർഡാണ്. നൊബേൽ പ്രൈസ് ഹി റിസീവ്ഡ് ഇൻ 1925 ആൻഡ് അക്കാഡമി അവാർഡ് ഇൻ 1939. സബ്ടൈറ്റിൽ എ റൊമാൻസ് ഇൻ 5 ആക്ട്. ഓക്കെ, അപ്പോൾ ബെർണാഡ് ഷായുടെ ഒരു പിക്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ നെയിം ഓഫ് ഗിരീഷ് കർണാഡ്? ഗിരീഷ് രഘുനാഥ് കർണാഡ്. ഓക്കെ, അദ്ദേഹമാണ് നാഗമണ്ഡലം എഴുതിയത്. അത് പബ്ലിഷ് ചെയ്ത വർഷം 1988 ആണ്. ഓക്കെ, ഇറ്റ്സ് അനദർ ടൈറ്റിൽ എ പ്ലേ വിത്ത് കോബ്ര. ഓക്കെ, വിച്ച് ബുക്ക് കുഡ് ബി നെയിംഡ് ദ ബൈബിൾ ഓഫ് ടോളറൻസ് അക്കോർഡിംഗ് ടു ഫോസ്റ്റർ? So a modern symposium can be named as the Bible of Tolerance. It was written by Louis Dickinson. അപ്പോൾ ഈ പിക്ചർ ലൂയിസ് ഡിക്കൻസൻ്റെ ആണ്. നോക്കാം. A literary figure mentioned by Foster who did not advocate tolerance is Dante. Who is the Dutch scholar mentioned? That is Erasmus.
which Christian saint is mentioned who would not recommend tolerance? St. Paul. Who stood favor in tolerance in Germany? Goethe. ഓക്കെ, അപ്പോൾ ഇ എം ഫോസ്റ്ററിനെ നമുക്കൊന്ന് കാണാം. ഇതാണ് ഇ എം ഫോസ്റ്റർ. ദ സെക്യുലർ മൂവ്മെൻറ്റ് വിച്ച് റീഅസർട്ടഡ് ദ ബ്രദർഹുഡ് ഓഫ് മാൻ മെൻഷൻഡ് ഇൻ ഓൺ ടോളറൻസ് ഈസ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഓക്കെ, going to the next question. The essay in which T.S. Eliot famously wrote, immature poets imitate, mature poets steal, that is tradition and individual talent എന്ന എസ്സേയിലാണ് ഈ ഒരു കമൻറ്റ് ടി എസ് എലിയട്ട് പറയുന്നത്. ഇമ്മച്വർ പോയറ്റ്സ് എന്ത് ചെയ്യുന്നു? ഇമിറ്റേറ്റ് ചെയ്യുന്നു. എന്നാൽ മെച്വർ പോയറ്റ് സ്റ്റീൽ, ദറ്റ് മീൻസ് ദേ ടേക്ക് ദ ഐഡിയാസ് ബട്ട് ദേ മേക്ക് ദെയർ ഓൺ. ഓക്കെ, നെക്സ്റ്റ്, ഹൂ കോയിൻഡ് ദ ടേം ന്യൂ ക്രിറ്റിസിസം? ദറ്റ് ഈസ് ജോൺ ക്രൗ റാൻസം. ഓക്കെ, അപ്പോൾ ജോൺ ക്രൗ റാൻസമിൻ്റെ കോയിൻ ചെയ്ത ടേമാണ് ന്യൂ ക്രിറ്റിസിസം. അത് ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ടെക്സ്റ്റ് ഇറ്റ് സെൽഫ് അല്ലേ. ഓക്കെ, ന്യൂ ക്രിറ്റിസിസം വെയർ പ്രൈമർലി ഫോർമലിസ്റ്റ്. ഓക്കെ, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ഈസ് ബൈ I.A. Richards. Moving to the next question. According to Matthew Arnold, Chaucer is one of the greatest, not one of the greatest classical because his poetry lacks high seriousness. Okay, to prove that Chaucer is not a classical, Arnold compares him to Dante. Okay, compare ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് മാത്യു അർണോൾഡ്. അദ്ദേഹം പറയുന്ന ചോസർ അത്ര വലിയ എന്താണ് പോയറ്റൊന്നും ആയിരുന്നില്ല. കാരണം അദ്ദേഹം എന്ത് ലാക്ക് ചെയ്യുന്നു? ഹൈ സീരിയസ്നെസ് അല്ലേ. അദ്ദേഹത്തെ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നു? ഡാൻറ്റിയുമായിട്ടാണ്. Who declared that Ozymandias is an extremely clear and direct form advancing the predetermined end by means of family held image? That is P.B. Shelley. Next question. Who is Santiago's favorite baseball player? That is Joe Mogi. As a symbol of perseverance. Ernest Hemingway ആണ് അല്ലേ, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയായിരുന്നു ആ വർഷം. ഓർത്ത് വെക്കുക, 1953. നോബൽ പ്രൈസ് 1954, തൊട്ടടുത്ത വർഷം തന്നെ. 53, 54. ആദ്യം 53 പുലിറ്റ്സർ പ്രൈസ്, 54 നൊബൽ സമ്മാനം. ഏണസ്റ്റ് ഹെമിംഗ്വേ. The year in which Trumpet Club was published, that is 1710 അല്ലേ. 1710 ഫെബ്രുവരി 11 ട്രംപറ്റ് ക്ലബ് എഴുതിയത്. റിച്ചാർഡ് സ്റ്റീലിൻ്റെ ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഇത് പബ്ലിഷ് ചെയ്തത് ദ ടാറ്റ്ലർ ആൻഡ് ദ സ്പെക്ടേറ്റർ എന്ന് പറയുന്ന മാഗസീനിലാണ് ആദ്യം ഇത് പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, ഇതാണ് റിച്ചാർഡ് സ്റ്റീൽ. അക്കോർഡിംഗ് ടു ഭാരത, രസ ഈസ് ദ റിസൾട്ട് ഓഫ് വിഭാവ, അനുഭാവ ആൻഡ് വ്യഭിചാരി ഭാവ കമ്പൈനിങ് ടു ഫോം ശൃംഗാര ഭാവ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ വാസ് ദ പോയം ഒബിച്വറി പബ്ലിഷ്ഡ്? A.K. Ramanujan is the poet and he published in the collection of Relation in the year 1971. 1971 റിലേഷൻ എന്ന് പറയുന്ന എന്താണ് കവിതാ സമാഹാരത്തിലാണ് ഒബിച്വറി എന്ന് പറയുന്ന പോയം ആദ്യമായിട്ട് A.K. Ramanujan എഴുതുന്നത്. ഇറ്റ് എക്സ്പ്ലോസ് ദ തീം ഓഫ് ഹ്യൂമൻ റിലേഷൻ, ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഫാമിലി, ഓഫൺ സീസ് ആസ് ഓട്ടോബയോഗ്രഫിക്കൽ അല്ലേ. അദ്ദേഹത്തിൻ്റെത് ആത്മകഥാരൂപേണയാണ് ഈ ഒരു ഒബിച്വറി എഴുതിയിരിക്കുന്നത്. A.K. Ramanujan പബ്ലിഷ് ചെയ്ത വർഷം 1971 in the collection Relations. Who is the author of the book Basic Principles of Curriculum and Instruction? Ralph W. Taylor. ഫാദർ ഓഫ് ഇവാലുവേഷൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹമാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. റാൽഫ് ഡബ്ല്യു ടൈലറാണ്. ഇവാലുവേഷൻ്റെ പിതാവെന്നും അറിയപ്പെടുന്നു. ഓക്കെ, മോർ കാൻഡിൽ, മോർ ലാൻറ്റേൺ, മോർ നൈബേഴ്സ്, മോർ ഇൻസെക്റ്റ്. നമുക്ക് കവിതയുടെ വരികൾ പിടികിട്ടി, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ. എന്നാൽ ഇത് എന്തിനുദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാഫോറ ഈസ് എ പോയറ്റിക് ഡിവൈസ് ഓർ ഫിഗർ ഓഫ് സ്പീച്ച് വെയർ എ വേർഡ് ഓർ ഫ്രേസ് ഈസ് റിപ്പീറ്റഡ്. ഇപ്പം മോർ കാൻഡിൽ, മോർ ലാൻറ്റേൺ, അപ്പം അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അനഫോറ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫൈനൽ വേർഷൻ ഓഫ് വേർഡ്സ്വർത്ത് ദ പ്രില്യൂഡ് was published posthumously in 1950 and the first version 1799, second version 1805 and the final version 1850. Okay, the prelude by William Wordsworth. Who defines criticism as the play of mind on the aesthetic quality of literature? That is J.W.H. Atkin.
അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസം 17th and 18th century, JWH Atkins. Course in General Linguistics was published in 1913. Okay, ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക് ആണ് ഈ ഒരു പുസ്തകം എഴുതിയത്, ദാറ്റ് ഈസ് ഫെർഡിനൻഡ് ഡി സൊഷർ. ഓക്കെ, കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക് ഇൻ ദ ഇയർ 1913. ഓക്കെ, മാച്ച് ദ ലിസ്റ്റ് ക്രിറ്റിക്സ് ഉണ്ട്, വർക്ക്സ് ഉണ്ട്. എഡ്വാർഡ് സെറ്റ്, അദ്ദേഹത്തിൻ്റെ വർക്കാണ് ക്രിറ്റിസിസം ആൻഡ് ഇംപീരിയലിസം. ടെറി ഈഗിൾട്ടൺ, ദ ഇല്യൂഷൻ ഓഫ് പോസ്റ്റ് മോഡേണിസം. ഫ്രാൻസിസ് മുള്ളർ, കണ്ടംപററി മാർക്സിസ്റ്റ് ക്രിറ്റിക്സ്. ആൻഡ് DKM ന്യൂട്ടൺ, തിയറി ഇൻ ടു പ്രാക്ടീസ്. അപ്പോൾ ന്യൂട്ടൺ തിയറി ഇൻ ടു പ്രാക്ടീസ്. ഫ്രാൻസിസ് മുള്ളർ ആണെങ്കിൽ കണ്ടംപററി മാർക്സിസ്റ്റ് ക്രിറ്റിസിസം. ടെറി ഈഗിൾട്ടൺ, ദ ഇല്യൂഷൻ. ടെറി ആണെങ്കിൽ അല്ലെ ഇല്യൂഷനാണ്, ഓർക്കുക, ടെറി ഇല്യൂഷൻ. സെഡ് എന്തായിരുന്നു? ഇംപ്യൂരിലിസം, ക്രിറ്റിസിസം ആൻഡ് ഇംപ്യൂരിലിസം. ഓക്കെ, ന്യൂട്ടൺ തിയറി കണക്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is the founder of the silent way? That is Caleb Gattegno. Okay, Caleb Gattegno ആണ് സൈലൻറ്റ് വേ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ദ ടീച്ചിങ് മെത്തേഡ്, ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, യെസ്, അത് കുട്ടികൾ തന്നെ സ്വയം പഠിച്ചെടുക്കുന്ന, പ്രോബ്ലം സോൾവിങ് മെത്തേഡൊക്കെ പഠിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഈ കാലിബ് ഗാറ്റൻഗോ സൈലൻറ്റ് വേ മെത്തേഡിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എ കൺസോൾ റെഫേഴ്സ് ടു, ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലേ, ഇതൊരു ലാംഗ്വേജ് ലാബ് ആണെന്ന് മനസ്സിലായല്ലോ. അതിൽ കൺസോൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഇൻസ്ട്രക്ടേഴ്സ് റൂം ഇൻ എ ലാംഗ്വേജ് ലാബ്. വിച്ച് മെത്തേഡ് എംഫസൈസസ് എ ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസി ആൻഡ് എ ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ്? ദാറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ആണ്. ഓക്കെ, ഇതിലെ സ്ട്രക്ചറൽ അഡീഷണൽ ഫാക്ട്സ് നമുക്കൊന്ന് പഠിക്കാം. സ്ട്രക്ചറൽ അപ്രോച്ച് ലേണറിൻ്റെ സ്പീച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ടും, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടും, ഡയറക്റ്റ് മെത്തേഡ് ഗ്രാൻഡഡ് ലാംഗ്വേജ് ഈസ് ലേൺഡ് വിത്തൗട്ട് ട്രാൻസ്ലേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് ലാംഗ്വേജ് പഠിക്കാൻ വിത്തൗട്ട് ട്രാൻസ്ലേറ്റിംഗ് ഇൻ ടു നമ്മുടെ എന്താണ് മദർ ടങ് പഠിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് പഠിക്കുന്നത് ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൽ നമുക്ക് ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസിയും പെർഫോമൻസും കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. സ്ട്രക്ചറൽ അപ്രോച്ചിലാണെങ്കിലോ കറക്റ്റ് ലേണേഴ്സ്, സ്പീച്ച്, GTM ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ റൈറ്റിംഗ് സ്കിൽ, ഡയറക്റ്റ് മെത്തേഡിൽ ടാർഗറ്റ് ലാംഗ്വേജ് ലേൺഡ് വിത്തൗട്ട് ട്രാൻസ്ലേറ്റിംഗ് ഇൻ ടു മദർ ലാംഗ്വേജ്. ഓക്കെ, നോം ചോംസ്കി, ഈ ഫോട്ടോയിൽ കാണുന്നത് അദ്ദേഹമാണ്. ഡെവലപ്ഡ് ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ ഇൻ 1957 അല്ലേ, നമ്മൾ TGG എന്നൊക്കെ പറയുന്ന സംഗതിയാണ്. ഓക്കെ, വാട്ട് ആർ ദ 5 moods ഓഫ് വെർബ്? 5 moods ഓഫ് വെർബ്. ഒന്ന് ഇൻഡക്റ്റീവ്, ഇമ്പറേറ്റീവ്. അപ്പോൾ നമുക്ക് ഇമ്പറേറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാം അല്ലേ, അത് തീർച്ചയായിട്ടും അതൊരു ഓർഡർ എന്നൊക്കെ പറയുന്ന സംഗതി തന്നെയാണ്. ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ഫാക്റ്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഫാക്റ്റ് ഓർ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ. ഇൻട്രോഗേറ്റീവ് നമുക്കറിയാം. ഓക്കെ, ആൻഡ് കണ്ടീഷണൽ ക്ലോസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മറ്റേ ഇഫ് ക്ലോസുമായിട്ട്. സബ്ജക്റ്റീവ് മൂഡ് എന്താണെന്ന് നോക്കാം. അത് എക്സ്പ്രസസ് എ വിഷ് ഓർ പോസിബിലിറ്റി. ഇപ്പോൾ ഐ വിഷ്, ഐ വെയർ, ദെയർ എന്നൊക്കെ പറയുന്നതാണ് സബ്ജക്റ്റീവ്. ഇൻഡക്റ്റീവും ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കി 3 ഫോംസും നമുക്ക് നന്നായിട്ട് പരിചയമുള്ളത് തന്നെയാണ്. അതുമായി റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ദ എക്സ്പ്രഷൻ ഇപ്പോൾ ഗോഡ് ബ്ലെസ് യു, മേ ഗോഡ് ബി വിത്ത് യു, ഗോഡ് സേവ് ദ ക്വീൻ, ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഫോർമാലിക് സബ്ജക്റ്റീവ്, ഫിക്സഡ് ഇഡിയോമാറ്റിക്. ഇതിൻ്റെ ആൻസർ ഫോർമാലിക് സബ്ജക്റ്റീവാണ്. ഓക്കെ, കുറച്ചും കൂടെ ഫോർമലായിട്ട് ഇപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് ഗുഡ് ബൈ പറയുന്നു, അതാണ് ഈ മേ ഗോഡ് ബി വിത്ത് യു. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ശരി, ഇത് ഗുഡ് ബൈയുടെ പൂർണ്ണരൂപം മേ ഗോഡ് ബി വിത്ത് യു ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് നിങ്ങളും ടൈപ്പ് ചെയ്യുക കമൻറ്റിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫോർമാലിക് സബ്ജക്റ്റീവ് ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ താങ്ക് യു സ്റ്റുഡൻസ് ഫോർ സീയിങ് ദ ക്ലാസ്. ഇഫ് യു ലൈക്ക് പ്ലീസ് like and share. Thank you. All the best for the exam.